സ്നേഹപിതാവായ ദൈവമേ, ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നിരവധിയായ ആവശ്യങ്ങൾ, ഞങ്ങളുടെ പാപഭാരങ്ങൾ, ഞങ്ങളുടെ കഷ്ടതകൾ എല്ലാം അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്നേഹനാഥ, അവയെല്ലാം അങ്ങ് തന്നെ കൈക്കൊള്ളണമേ. എൻ്റെ ഈശോനാഥ, പാപിയാണ് ഞങ്ങളിനി എന്താണ് ചെയ്യേണ്ടത്? മുന്നോട്ട് ഞങ്ങളിനി എന്തു ചെയ്യണം ദൈവമേ? ഞങ്ങളാകെ വഴിമുട്ടി നിരാലംബരായി നിൽക്കുകയാണല്ലോ ദൈവമേ. എൻ്റെ ഈശോയെ, അങ്ങല്ലാതെ മറ്റാരാണ് ഞങ്ങൾക്ക് അഭയം നൽകുവാനുള്ളത്? എൻ്റെ കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളുടെ കൂടിയായിരിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകൾ ഞങ്ങളെ വഴി നടത്തണമേ. തെറ്റിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാതെ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള വിവേകബുദ്ധി ഞങ്ങൾക്ക് തരണമേ. സ്നേഹനാഥ, വല്ലാണ്ട് മടുത്തിരിക്കുന്നു ദൈവമേ. കരഞ്ഞ് കഷ്ടപ്പെട്ട് ഞങ്ങൾക്കറിയില്ല ഇനി എന്താ ഞങ്ങൾക്ക് വേണ്ടതെന്ന്. ഞങ്ങളതുപോലെ വിഷമിച്ചിരിക്കുകയാണ് ഈശ്വര. മുന്നോട്ടെന്ത്, ഇനി എങ്ങനെ മുന്നോട്ട് എന്ന് ഒന്നും ഞങ്ങൾക്ക് അറിയുന്നില്ല തമ്പുരാനെ. ഞങ്ങളുടെ ആകപ്പാടെയുള്ള ഒരു പ്രതീക്ഷ അങ്ങ് മാത്രമാണ് ദൈവമേ. ഒരുപാട് പേര് ഞങ്ങളുടെ ചുറ്റിനുമുണ്ട്. പക്ഷെ ആരോടൊന്നും മനസ്സ് തുറക്കുവാനോ ഞങ്ങളുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുവാനോ ഞങ്ങൾക്ക് പറ്റുന്നില്ല ദൈവമേ. ഒരുപാട് പേരെ സഹായിക്കണമെന്ന് മനസ്സിലുണ്ട്. പക്ഷെ ഞങ്ങൾ തന്നെ നിലയില്ലാ കയത്തിൽ നിൽക്കുകയാണ് ദൈവമേ. കരുണ കാണിച്ചാൽ നിങ്ങൾക്കും കരുണ ലഭിക്കുമെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെങ്ങനെയെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഈശ്വര ഞങ്ങൾ ഓരോരുത്തരും നിൽക്കുന്നത്. ഏത് ദുർഘടഘട്ടത്തിൽ നിന്നാലും എൻ്റെ ദൈവമേ, അങ്ങേ മറന്നു പോകാനുള്ള ഒരവസ്ഥ ഞങ്ങൾക്ക് വരരുതേ. എന്നും ഞങ്ങളുടെ ബലയും ആശ്രയും കോട്ടയും അങ്ങ് തന്നെയാവണമേ. എൻ്റെ ഈശോയെ, ഇന്ന് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും, ഈ വീഡിയോ ശ്രവിക്കുന്ന ഓരോരുത്തരും അങ്ങയുടെ സ്നേഹത്തിൻ്റെ മഹിമയെ കൂടുതൽ അറിയുവാനും അങ്ങയുടെ സ്നേഹത്തിൻ്റെ അളവ് അനുഭവിക്കുവാനും ഇടവരുത്തണമേ. ഇതിൻ്റെ പ്രാർത്ഥനാവശ്യങ്ങൾക്കായി ആഗ്രഹം എഴുതിയിരുന്ന, കമൻ്റ് ചെയ്യുന്ന ഓരോ സഹോദരങ്ങളെയും സമർപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ കടബാധ്യതകൾ മാറുന്നതിനും, സാമ്പത്തിക പ്രതിസന്ധികൾ മാറുന്നതിനും, രോഗപീഠകളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനും, അങ്ങനെ നിരവധിയായ ആവശ്യങ്ങൾ അങ്ങയുടെ മുമ്പിൽ അവർ സമർപ്പിച്ചിട്ടുണ്ടല്ലോ. എൻ്റെ നാഥ, അവയെല്ലാം അങ്ങയുടെ മുന്നിൽ നേരിട്ട് വരുന്ന അപേക്ഷകളായി അങ്ങ് കാണണമേ. എല്ലാത്തിനും ഒരു അവസാനമുണ്ടാക്കുവാനും പരിഹാരം നിർദ്ദേശിക്കുവാനും അങ്ങേക്ക് മാത്രമാണല്ലോ കഴിയുന്നത്. എൻ്റെ കർത്താവെ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളെ കൈവിടല്ലേ ദൈവമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മേനെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം എല്ലാവരും വളരെയധികം വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലാവും ഓരോരുത്തരും ഉണ്ടാവുക. ഇനി എന്ത്, ഇനി എങ്ങനെ എന്നൊക്കെ ആലോചിച്ചിട്ട് വളരെയധികം വിഷമങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും നിങ്ങളിപ്പോൾ ഉണ്ടാവുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇന്ന് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ജിനുവച്ചൻ നമുക്ക് 3 വചനങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു അധ്യായമാണ്. വളരെയധികം ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു അധ്യായം വായിക്കുമ്പോൾ നമുക്ക് വളരെയധികം ആശ്വാസം ലഭിക്കുന്നുണ്ട്. എൻ്റെ അനുഭവമാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത്. എനിക്ക് ഒരുപാട് കടബാധ്യതകളുണ്ട്. അപ്രതീക്ഷിതമായിട്ട് വന്നു ചേർന്ന കടബാധ്യതകളാണ്. ചില സമയം ആലോചിക്കുമ്പോൾ ഇനി എന്ത് എന്ന് എനിക്ക് ഒരു പിടിയുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ ലോണുണ്ട്, അതേപോലെ തന്നെ കടങ്ങൾ കൊടുത്ത് തീർക്കാനായിട്ടുണ്ട്, അതേപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ഭാവി, അവരുടെ സ്കൂളിലത്തെ ഫീസ്, അല്ലെങ്കിൽ മുന്നോട്ട് അവർ പഠിക്കുമ്പോൾ അവർക്ക് എന്താ വേണ്ടേ, അവർക്ക് വേണ്ടിയിട്ടൊന്നും ഞങ്ങൾക്ക് സമ്പാദിച്ച് വെക്കാനൊന്നും സാധിച്ചിട്ടില്ല. ഒക്കതും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി.
അങ്ങനൊരു അവസ്ഥയിലാണ്. ഞങ്ങൾ പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു. ഇപ്പോഴും സിറ്റുവേഷനിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ ചില നിമിഷങ്ങൾ നമ്മൾ വല്ലാതെ വിഷമിച്ച്, നമുക്ക് പെട്ടെന്നായിരിക്കും നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ആകെ ആദി കയറുകയാണ്. ഒന്ന് പ്രാർത്ഥിച്ച് റിലാക്സ്ഡായി ചിലപ്പോൾ അതങ്ങ് ഞാൻ മറക്കും. വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ ചില സമയം അങ്ങനെയല്ല. എനിക്ക് പിടിച്ചാൽ കിട്ടില്ല. എനിക്ക് എന്താ വേണ്ടേ എന്ന് മനസ്സിങ്ങനെ ഉരുകുകയാണ്. ആരോടൊന്ന് പറഞ്ഞാലാ, അല്ലെങ്കിൽ എന്ത് വഴി ചെയ്താലാ, എന്ത് ജോലിക്ക് പോയാലാണ് എനിക്കിതിൽ നിന്നൊക്കെ ഒന്ന് കരകയറാൻ പറ്റുക. ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ചില സമയം ഒന്നും കിട്ടില്ല. ഭയങ്കര ബ്ലാങ്ക് ആയിട്ടുണ്ടാവും മനസ്സ്. ഒരു ഉത്തരവും ഒന്നുമില്ല. അങ്ങനെയുള്ള സമയത്ത് ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്മാരുടെ പ്രസംഗമൊക്കെ ഇങ്ങനെ കേൾക്കും. അങ്ങനെ ഞാൻ കേൾക്കാനിടയായ ഒരു പ്രസംഗമാണ് ജിനു അച്ഛൻ്റെ ഈ ഒരു പ്രസംഗം. ഇതിലച്ഛൻ എന്താ പറയുന്നതെന്നറിയോ? അച്ഛൻ്റെ അടുത്ത് ഒരു മകൾ വന്ന് കരഞ്ഞ് പറയാത്രേ, അച്ഛാ എനിക്ക് മതിയായി, എനിക്ക് കരഞ്ഞ് മതിയായി. ഞാൻ ഇനി എന്താ അച്ഛാ ചെയ്യേണ്ടത്? ഒന്നിന് പുറകെ ഒന്നായിട്ട് എൻ്റെ അവസ്ഥകൾ മാറി മാറി വരുന്നതല്ലാതെ, എനിക്ക് ദുരിതത്തിനുമേൽ ദുരിതം വരുന്നതല്ലാണ്ട് എനിക്കൊന്നുമില്ല. എനിക്ക് സന്തോഷിക്കാനുള്ളൊരു വക കിട്ടണില്ല. എനിക്ക് കരഞ്ഞ് മതിയായ അച്ഛാ. എൻ്റെ കരച്ചിൽ ഒന്ന് മാറ്റാനായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുമോ? ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് അച്ഛാന്ന് ചോദിച്ചിട്ട് ആ മകൾ നെഞ്ചത്തടിച്ച് കരയാത്രേ. അത് കണ്ടപ്പോൾ അച്ഛന് ഒരുപാട് വിഷമം തോന്നി. അച്ഛൻ എന്താ ചെയ്യാൻ പറ്റുക? അച്ഛൻ പറയാണ്, ഞാൻ നിസ്സഹായനാണ്. ഞാൻ അവരോട് പറഞ്ഞത് ഇത്ര മാത്രമാണ്, മോള് പ്രാർത്ഥിക്കേ, നീ പ്രാർത്ഥിക്കേ, നിനക്ക് ഉത്തരം ലഭിക്കും. നീ ഇടതടവില്ലാതെ പ്രാർത്ഥിക്കേ. നിനക്ക് കരയാൻ തോന്നുമ്പോൾ നീ കരയ്. അത് മറ്റുള്ളവരുടെ മുമ്പിലല്ല, നീ തനിച്ചല്ല, നീ നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്നിരുന്ന് കരയ്. നെഞ്ച് പൊട്ടി വിളിക്കേ, അവിടുന്ന് കേൾക്കും. ഒരിക്കലും ദൈവം നമ്മളെ എപ്പോഴും ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ തന്നെ കൊണ്ടുപോയില്ല. നമുക്കത് വളരെ വലിയൊരു കാലഘട്ടമായിട്ട് തോന്നുമെങ്കിലും ഒരിക്കലും ദൈവം നമ്മളെ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോവില്ല. ചിലപ്പോൾ നമ്മൾ 1 2 വർഷം 3 വർഷങ്ങൾ നമ്മൾ ഇങ്ങനെ ഉരുകാവും. പക്ഷെ അതിനൊക്കെ ഒരു അറുതി ഉണ്ടാവും. എന്നെങ്കിലും ദൈവം നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു സമാധാനത്തിൽ സന്തോഷത്തിലും ദൈവം നമ്മളെ നടത്തും. അങ്ങനെ അച്ഛൻ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അച്ഛന് കിട്ടിയ ഒരു വചനമാണ് അച്ഛൻ ആ മകൾക്കായി കൊടുത്തത്. അത് ഈ വചനമാണ്. അതായത് ഏശയ്യായുടെ പുസ്തകം 30-ാം അധ്യായം 19-ാം വാക്യം. അപ്പോൾ അച്ഛൻ പറയുന്നത്, നിങ്ങൾ കഴിയുമെന്നുണ്ടെങ്കിൽ ഈ അധ്യായം മുഴുവൻ, അതായത് 30-ാം അധ്യായം മുഴുവൻ വായിക്കണമെന്നാണ്. എങ്കിലും ആ 19-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ഞാൻ വായിക്കാം. ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളും. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പോൾ നിങ്ങളുടെ വെള്ളി പൊതിഞ്ഞ കൊത്തു വിഗ്രഹങ്ങളെയും സ്വർണം പൂശിയ വാർപ്പ് വിഗ്രഹങ്ങളെയും നിങ്ങൾ നിന്ദിക്കും. ദൂരെ പോകുവിൻ എന്ന് പറഞ്ഞ് നിങ്ങൾ അവയെ മലിന വസ്തുക്കളെ എന്ന പോലെ എറിഞ്ഞു കളയും. അപ്പോൾ ഇതാണ് ആ വാക്യം. നോക്കിക്കേ, എത്ര കറക്റ്റായിട്ടാണ് അല്ലേ, നമ്മുടെ സാഹചര്യത്തിന് ഒത്തു തന്നെയാണ് ആ വചനം വന്നിരിക്കുന്നത്. ആ മകൾ അച്ഛനോട് ചോദിച്ചതാണ്, അച്ഛാ എൻ്റെ നിലവിളി, എൻ്റെ കരച്ചിൽ എന്നാണ് അച്ഛാ ഒന്ന് മാറുക എന്ന്. അതിന് അച്ഛന് ദൈവത്തോട് പ്രാർത്ഥിച്ച്, ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അച്ഛൻ കണ്ണ് തുറന്ന് ബൈബിളിലേക്ക് നോക്കുമ്പോൾ കിട്ടിയ വചനമാണിത്. അപ്പോൾ ദൈവം എത്രത്തോളം നമ്മുടെ അടുത്തുണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ പള്ളിയിലൊരു ബൈബിൾ കൂട്ടായ്മയുണ്ട്. അതായത് നമ്മൾ ബൈബിൾ വായിക്കുക, 1 മുതൽ 31 തൊട്ടിട്ട് നമ്മുടെ ബൈബിൾ കംപ്ലീറ്റ് ആയിട്ടും വായിക്കുക എന്നുള്ളതാണ്.
ഇപ്പോൾ ഞങ്ങൾ ജെറമ്യയുടെ പുസ്തകം കഴിഞ്ഞ് വിലാപങ്ങളുടെ പുസ്തകം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വായിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എന്നും ഓരോരോ പോർഷൻസ് വായിക്കാനുണ്ടാവും, നമ്മളത് പ്രാർത്ഥിച്ച് ധ്യാനിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു സമ്പൂർണ്ണ ബൈബിള് വായിച്ച് തുടങ്ങുന്നത്. പുതിയ നിയമം മുമ്പ് വായിച്ചിട്ടുണ്ട്, ഒരുപാട് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ എനിക്കതൊരു ക്രേസായിട്ട് തോന്നിയിട്ട് ഞാൻ അങ്ങനെ പുതിയ നിയമം വായിച്ച് തീർത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥമൊന്നും നമുക്കറിയില്ല, പക്ഷെ എനിക്കത് വായിക്കണമെന്ന് തോന്നി വായിച്ചു. പക്ഷേ പഴയ നിയമം 73 പുസ്തകങ്ങളുണ്ട്, 42 പുസ്തകങ്ങളുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ വായിക്കാൻ എനിക്കങ്ങനെ തോന്നിയിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ വായിച്ചു തുടങ്ങി, ഇപ്പോൾ ഇവിടം വരെ എത്തി. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് ഇത്രയും നാൾ വായിച്ച ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയോ? നമ്മുടെ ദൈവം വളരെ കാരുണ്യവാനായ ദൈവമാണ്. അതായത് ഇസ്രായേൽ ജനത്തെ ദൈവം അവിടുന്ന് സംരക്ഷിച്ച് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു സമയത്ത് തുടങ്ങി ഇന്ന് വരെയും ഇസ്രായേൽ ജനം, അതായത് വിലാപങ്ങൾ വായിക്കുന്ന ആ ഒരു സമയം വരെയും ഇസ്രായേൽ ജനം ദൈവത്തെ പഴി പറഞ്ഞതിനും ദൈവത്തെ ഉപേക്ഷിച്ചതിനും കണക്കുകളില്ല. ദൈവം പറഞ്ഞതൊക്കെ പുല്ല് വില പോലും കൊടുക്കാണ്ട് ദൈവത്തെ മറന്ന് വിഗ്രഹാരാധനയുടെയും മറ്റു മ്ലേച്ഛതകളുടെയും നടുവിൽ കുത്തഴിഞ്ഞ് നടന്നിരുന്നൊരു ജനതയാണ് ഇസ്രായേൽ ജനത. എങ്കിൽ പോലും ദൈവം ഓരോ തവണയും ദൈവം പറയും, നിങ്ങളത് നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കും, ഇതൊക്കെ ദൈവം പറയുന്നുണ്ട്. എങ്കിൽ പോലും അവരത് ശ്രവിക്കുന്നില്ല. പ്രവാചകന്മാരും ഒന്ന് രണ്ട് എന്താ പറയുക, ഒരു 10 പേര് ദൈവത്തിനെതിരാകുമ്പം ഒരാളെങ്കിലും ദൈവത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയും കൂടി നമ്മളതിൽ കാണുന്നുണ്ട് കേട്ടോ. അവരൊക്കെ പറയുന്ന ഒരു നല്ല കാര്യങ്ങൾ പോലും ഉൾക്കൊള്ളാതെ ദൈവത്തെ തള്ളി പറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യരാണ് നമുക്കിൽ കാണാൻ പറ്റുക. അപ്പോൾ ദൈവം ഇവരോട് പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ പറയുന്നതൊന്നും അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ ശക്തമായ നടപടികളെടുക്കും. അങ്ങനെ ദൈവം അത് പ്രാബല്യത്തിൽ വരുത്തുന്നുമുണ്ട്. പക്ഷേ ഇതിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോ വട്ടവും ഈ നല്ലവരായിട്ടുള്ള ആൾക്കാർ ദൈവത്തോട്, ദൈവമേ അവരോട് കരുണ കാണിക്കണേ, അവരൊന്ന് ക്ഷമിക്കണേ എന്ന് പറയുന്ന വശം ദൈവം അവരോട് ക്ഷമിക്കുകയാണ്. നമുക്ക് പുതിയ നിയമത്തിൽ ദൈവം പറയുന്നുണ്ടല്ലോ, 70 വട്ടം നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. അത് നമ്മുടെ ദൈവം കാണിച്ചു തരികയാണ്. നമുക്ക് ഈ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഞാൻ കുറേ പ്രാവശ്യം ഇത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നു, എന്തിനാ ദൈവം ഇത്രയും സഹിക്കണേ? എന്തിനാണ് ദൈവം ഇവരെ ഇങ്ങനെ പൊതിഞ്ഞ് പിടിക്കണേ? അവർ ദൈവത്തോട് ഒരു സ്നേഹമില്ല, ഒരു ഇതുമില്ല. നമ്മൾ മനുഷ്യ സഹജമായിട്ടാണ് ചിന്തിക്കുന്നത്. എന്താണ്, ഇങ്ങോട്ട് കിട്ടിയാലേ അങ്ങോട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങോട്ട് കിട്ടുന്ന അനുസരിച്ചല്ലേ അങ്ങോട്ട് കൊടുക്കേണ്ടതുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു മൈൻഡിൽ വെച്ചാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത്. പക്ഷേ ദൈവം പറയാണ്, ഞാനല്ല നീയല്ല ഞാൻ. അതായത് നമ്മൾ സാധാരണ മാനുഷിക ചിന്തയോടുകൂടി ചിന്തിക്കുമ്പോൾ ദൈവം ദൈവിക ചിന്തയാലാണ് ചിന്തിക്കുന്നത്. ദൈവത്തിന് ഒരിക്കലും നമ്മളെ തള്ളിക്കളയാൻ പറ്റില്ല. നമുക്ക് സങ്കടങ്ങളുണ്ടാവും, കഷ്ടപ്പാടുകളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും, ആത്മഹത്യയുടെ മുൻപിൽ വരെ നമ്മൾ നിൽക്കുന്നുണ്ടാവും. പക്ഷേ ആ ഒരു മിനിറ്റിലെങ്കിലും നമ്മൾ ദൈവത്തെ ഉള്ളറിഞ്ഞ് വിളിക്കുക. നമ്മളെ ദൈവം കാണുന്നുണ്ട്. നമ്മൾ ആ ഒരു നിമിഷം ദൈവത്തിനോടടുത്താണ് നമ്മൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ദൈവം നമ്മളെ കയത്തിലേക്ക് ഒരിക്കലും തള്ളിവിടില്ല. ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഇന്ന് ഈ വചനം ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ കുട്ടിക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ മകൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അവൾ ചോദിച്ചു തന്നെയാണ് ചോദിച്ചത്, എന്നാണ് എൻ്റെ കരച്ചിൽ മാറാമെന്ന് ചോദിച്ചപ്പോൾ ദൈവം പറയാണ്, ദൈവം ഇതിനെ പറയുന്നേ, ഇനിമേ നീ കരയുകയില്ല, നിൻ്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. അപ്പോൾ എന്നെൻ്റെ കരച്ചിൽ മാറുമെന്ന് ചോദിച്ചതിന് അപ്പം തന്നെ ആപ്റ്റായിട്ട്, ഇത്രയും കറക്റ്റായിട്ട് എങ്ങനെയാണ് മറുപടി കൊടുക്കാൻ സാധിക്കുക? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ദൈവം കൂടെയുണ്ട്. നമ്മുടെ ഓരോ നിലവിളിയും ഓരോ കരച്ചിലും നമ്മുടെ ദൈവം കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തോന്നാം, ഞാൻ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, എത്ര നാളായി ഞാൻ കരയുന്നു, എത്ര നാളായി എൻ്റെ അപേക്ഷകൾ ഞാൻ കൊണ്ട് വെക്കുന്നു, എനിക്ക് എന്താ ഒന്നും സാധിച്ചു കിട്ടാത്തത്, മറ്റുള്ളവർക്ക് നടക്കുമ്പോൾ എനിക്ക് കിട്ടാത്തത്, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ഞാനും ചിന്തിക്കുന്നുണ്ട്, ഞാനും ചിന്തിച്ച് പോയിട്ടുണ്ട്, ഇനിയും ചിന്തിക്കും. കാരണം വെച്ചാൽ നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. നമുക്ക് സങ്കടങ്ങൾ വരുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇങ്ങനെയാണ്. കാരണം നമുക്ക് പോയി അവലംബിക്കാനും നമുക്ക് പോയി ആശ്രയം തേടാനും അതുപോലെ തന്നെ തള്ളി പറയാനും നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. എന്നോട് മാത്രം എന്താ എൻ്റെ ദൈവമേ ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ ചോദിച്ചിട്ടുണ്ട്.
എനിക്ക് മാത്രം എന്തിനാ എൻ്റെ ഈശോയെ എനിക്കൊരവസ്ഥ നീ എനിക്ക് തരണേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? കാരണം ഒരു പറ്റിക്കപ്പെടലിന്, ഒരു ചതിയിൽ നിന്ന് വീണ്ടും മറ്റൊരു ചതിയിലേക്ക് എടുത്ത് ചാടുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു വിഷമം അങ്ങോട്ട് മാറി കഴിയുമ്പം ദൈവം തന്നെ എൻ്റെ മനസ്സിൽ, ഞാൻ വളരെയധികം ഞാൻ ഭയങ്കരമായിട്ട് ദൈവത്തെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന പോലെ തന്നെ സംസാരിക്കും കേട്ടോ. ഞാനത് ഒരിക്കലും നിങ്ങൾ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. അതെൻ്റെ മനസ്സിൻ്റെ ഒരു ഇതാണ്, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ. പക്ഷെ എനിക്ക് അത്രയും വിഷമം വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തിനാണ് എൻ്റെ ഈശോയെ നീ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്? എന്തിനാണ്? അവർക്കൊരു ഉപകാരമില്ല. എന്നെ എത്രത്തോളം ഞാൻ താഴ്ത്തി പറയുക അത്രത്തോളം ഞാൻ ഇതാക്കിയിട്ട്, എന്താ പറയുക, ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിനെ ഞാൻ മോശപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാരണം ദൈവത്തിൻ്റെ സൃഷ്ടിയാണല്ലോ ഞാൻ. അപ്പോൾ എന്നെ ഒരു ഇതിൽ നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടിനെ നമ്മൾ മോശപ്പെടുത്താണ്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം അത് ഇത് പറയുന്ന പോലെ ഞാനൊരു ബൈബിൾ വചനമൊക്കെ എടുത്ത് വായിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ആപ്റ്റായിട്ട് ദൈവം എനിക്ക് ആൻസർ തരും. നിനക്ക് ഇനി വിഷമം വരില്ല, നിനക്ക് പ്രശ്നം ഉണ്ടാവില്ല, ഞാൻ ഒക്കെ മാറ്റിത്തരും. സമയമെടുക്കും, നീ കാത്തിരിക്കണം. നീ ഒരുങ്ങിയിരിക്കേ. നിനക്കെല്ലാം കറക്റ്റ് സമയത്ത് നിനക്ക് വന്ന് ചേരും, വന്ന് ഭാവിക്കും. ഞാനല്ലേ പറയുന്നത്, നീ റെഡിയാകും എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ദൈവവും നമ്മളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ജിനുവച്ചൻ ഇതിൽ പറയുന്നതും അത് തന്നെയാണ്. നമ്മൾ ഈ ഒരു വചനം നമ്മൾ ഇടയ്ക്കെടുത്ത് വായിച്ച് നോക്കുക. ഇടയ്ക്കെന്നല്ല, എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനാണ് പറയണത് അച്ഛൻ. എല്ലാ ദിവസവും ഈ വചനം വായിക്കുക, എല്ലാ ദിവസവും ഇത് പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റേതായ അനുഗ്രഹങ്ങൾ കിട്ടും. ഒന്നും വേണ്ട, നമുക്ക് ആശ്വാസം ലഭിക്കും. നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ കുത്തി നിറച്ചിട്ട്, ഞാനിങ്ങനെ ചില സമയമൊക്കെ ഞാനിങ്ങനെ വിഷമിച്ച് കരഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടുന്ന പോലെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ ഈ ഉള്ളിൽ സ്ഥലമില്ല, ഇനി ഒക്കെ പുറത്തേക്ക് വരും. അങ്ങനെ ഒരു കുത്തി നിറച്ച് സങ്കടങ്ങളും പരിഭവങ്ങളും ഒക്കെ. അപ്പോൾ അത് പുറത്തേക്ക് ഒന്ന് വിട്ടാൽ, ഒന്ന് പുറത്തേക്കൊന്ന് പോയാൽ, അല്ലെങ്കിൽ ഒന്ന് പുറത്തേക്കൊന്ന് വിട്ടാൽ എങ്ങനെയാണ് ആ ഒരു അവസ്ഥ? എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ തോന്നും. ഒരു ഒരു വാക്ക്, ഒരാളുടെ വായിൽ നിന്നൊരു ആശ്വാസ വാക്ക്, പോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മളെ ആ സമയത്ത് ആശ്വസിപ്പിക്കാൻ ഒരാളുണ്ടെങ്കിലും എന്ന് നമ്മൾ ചിന്തിക്കും. നമ്മുടെ മനസ്സിൽ നമ്മൾ എങ്ങനെ തോന്നും, നമുക്ക് അത് ചിന്തിക്കാൻ പറ്റുക, നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കി ഒരാൾ നമ്മളോടൊരു ആശ്വാസമൊക്കെ പറയുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു വചനമാണിത്. നമ്മൾ ശരിക്കും അത്രയും വിഷമിച്ചിരുന്നിട്ട് ഈ ഒരു വചനം നിങ്ങൾ വായിച്ചു നോക്കിയേ. നമ്മുടെ വിഷമം കണ്ടറിഞ്ഞ് ദൈവം നമ്മളോട് സംസാരിക്കണ പോലെ നമുക്ക് തോന്നുക. അതുകൊണ്ട് നിങ്ങളും ഈ വചനം നല്ല രീതിയിൽ വായിക്കുക, എന്നും വായിക്കുക. നിങ്ങൾക്ക് വിഷമം വരുമ്പോഴൊക്കെ ഞാൻ നിങ്ങൾക്ക് 100% ഗ്യാരണ്ടി പറയാം. നിങ്ങൾ അത്രയും വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു വചനം, ഏശയ്യായുടെ പുസ്തകം 30-ാം അധ്യായം 19-ാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു ആശ്വാസം തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും. എനിക്ക് ലഭിച്ചിട്ടുണ്ട്, ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അച്ഛൻ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഇനി നമ്മൾക്ക് എങ്ങനെ നമുക്ക് ആ ദൈവത്തിൻ്റെ അടുത്തായിരിക്കാൻ സാധിക്കും? അതായത് ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ആശ്വാസമൊക്കെ ലഭിക്കുകയുള്ളൂ അല്ലേ? അതെങ്ങനെ ലഭിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അച്ഛൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അച്ഛൻ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാൻ. നിനക്ക് ഒരുപാട് തിരക്കുകളുണ്ടാവും. ചിലപ്പോൾ നീ സാമ്പത്തിക പ്രശ്നത്തിൽ നട്ടോട്ട് ഓടുമോ, എവിടെ നിന്ന് കാശ് കടം മേടിക്കണം, എന്ത് ചെയ്യണം, നീ ഓടുന്നുണ്ടാവും. പക്ഷെ അച്ഛൻ പറഞ്ഞു, അതൊക്കെ നിർത്ത്. നീ കുറച്ച് സമയമെങ്കിലും നിൻ്റെ ദൈവത്തിൻ്റെ അടുത്ത് നീ ഒറ്റയ്ക്കിരിക്കുക. നിൻ്റെ ദൈവത്തിൻ്റെ അടുത്ത് നീ ഒറ്റയ്ക്കിരുന്ന് നീ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക, സംസാരിക്കുക. നമുക്ക് എന്ത് കാര്യവും തുറന്ന് സംസാരിക്കുമ്പോഴാണ് നമുക്കൊരു സമാധാനം ലഭിക്കുക അല്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. നീ ദൈവത്തോട് കൂടി ഇരുന്ന് സംസാരിക്കുക. നിൻ്റെ വിഷമങ്ങൾ, ആകുലതകൾ, നിൻ്റെ സന്തോഷങ്ങൾ, നിൻ്റെ പ്രതീക്ഷകൾ, നിൻ്റെ ആഗ്രഹങ്ങൾ എല്ലാം നീ ദൈവത്തോട് തുറന്ന് പറയും. നിൻ്റെ തിരക്കുകളൊക്കെ മാറ്റി വയ്ക്കുക. ആ സമയത്ത് നീ ദൈവമായിട്ടൊരു വാഗ്വാദത്തിൽ തന്നെ ഏർപ്പെടുക. നിനക്ക് ദൈവത്തോട് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കേ, ദൈവം നിനക്ക് ആൻസർ തരും.
ദൈവം നിന്നോട് സംസാരിക്കും. ഇതൊക്കെയാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അച്ഛൻ പറയുന്ന മറ്റൊരു വാക്യം എന്ന് പറയുന്നത് 19-ാം വാക്യമാണ്. അതിങ്ങനെയാണ്: ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, 15-ാം വാക്യമാണ്. അതായത് നമ്മൾ 19-ാം വാക്യമാണ് നമ്മൾ കരയുകയില്ല എന്ന് പറയുന്നത്. അതിനേപോലെ 15-ാം വാക്യം, അതായത് നമുക്ക് ദൈവവുമായിട്ട് അടുത്തിടപഴകണമെങ്കിൽ, നമുക്ക് ദൈവമായിട്ട് കൂടുതൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ വരണമെങ്കിൽ, ദൈവവുമായിട്ട് ആ ഒരു അടുപ്പം നമുക്ക് സ്ഥാപിക്കണമെങ്കിൽ എന്ത് വേണം എന്നതാണ്. ഇതാണ് പറയുന്നത് 15-ാം വാക്യം: അതിനാൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളി ചെയ്തു, തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. സ്വസ്ഥതയും ആശ്രയവും ആയിരിക്കും നിങ്ങളുടെ ബലം. മനസ്സിലായോ? അതായത് സ്വസ്ഥമായിട്ടിരിക്കണം. നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ, നമ്മുടെ ആകുലതകൾ, നമ്മുടെ ടെൻഷൻ, ഭാവിയെക്കുറിച്ചുള്ള പേടി, ഇതൊക്കെ അങ്ങോട്ട് വെക്കുക. എന്നിട്ട് നമ്മളൊരു കുഞ്ഞു കുട്ടിയുടെ മനസ്സായിട്ട് നമ്മൾ ദൈവത്തിന് മുമ്പിലൊന്ന് ഇരുന്ന് നോക്കിയേ. കുഞ്ഞു കുട്ടികളെന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ എത്ര നിഷ്കളങ്കരാ. അവരുടെ ഒരു അവരൊരു സങ്കടമോ വിഷമോ അങ്ങനെ ഒന്നുമില്ല. അവരുടെ മനസ്സ്, അവരുടെ ആ ഒരു വികാരം എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. അതേ മനസ്സോട് കൂടിയിട്ടാണ് നമ്മൾ ദൈവത്തിന് മുമ്പിൽ ഇരിക്കേണ്ടത്. നമ്മുടെ മനസ്സിൻ്റെ ആദ്യം വിഷമമൊക്കെ മാറ്റി വെച്ച് നമ്മൾ ദൈവത്തിന് മുമ്പിൽ കുറച്ച് നേരം ഇരിക്കുക. അങ്ങനെ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? നമുക്ക് മാനസാന്തരം ഉണ്ടാവണം, അല്ലേ? നമുക്ക് മാനസാന്തരം, നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാവണം. ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർ, കാത്തലിക്കായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം കുമ്പസാരം എന്ന നമ്മുടെ കൂതാശ വളരെ ആശ്വാസം തരുന്ന കേട്ടോ. ഒരുപാട് ആൾക്കാർ അതിനെ വിമർശിക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി, നമ്മുടെ കർത്താവാ ആ കുമ്പസാരക്കൂടിൻ്റെ അകത്തിരിക്കണേ, നമ്മുടെ ഈശോയാ. കാരണം വെച്ചാൽ വൈദികരെന്ന് പറയുന്നത് ഈശോയുടെ പ്രതിപുരുഷന്മാരാണ്, അറിയാലോ അല്ലേ? അപ്പോൾ ആ കുമ്പസാരക്കൂടിൽ അതൊരു മനുഷ്യനായിട്ടുള്ളൊരു വൈദികനല്ല. നമ്മുടെ പാപങ്ങൾ, നമ്മുടെ വിഷമങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നത് നമ്മുടെ ഈശോയാണ്, നമ്മുടെ ദൈവം. ഇതിലും എങ്ങനെയാണ് ദൈവത്തിന് നമ്മുടെ അടുത്ത് വന്നിരിക്കാൻ പറ്റുക? അപ്പോൾ നമ്മൾ കുമ്പസാരിക്കാത്തവരാണ്. എന്നാലേ നമ്മൾ നോമ്പ് കാലത്തിലൂടെയൊക്കെയാണ് പോണത്. നമ്മൾ ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട് നല്ല ഒരു ഭയങ്കര ചൈതന്യം ഉണ്ടാവേണ്ട ഒരു സമയമാണ് നമ്മൾക്ക്, അല്ലേ? അപ്പോൾ ഈ ഒരു സമയത്ത് കുമ്പസാരിക്കുക എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. ദൈവവും നമ്മളോട് അതാണ് പറയുന്നത്. നിങ്ങൾ വളരെ സ്വസ്ഥമായിട്ട് വന്ന് എൻ്റെ അടുത്തൊന്ന് ഇരിക്കുക. പ്രാർത്ഥനയൊക്കെ എത്തിക്കുന്ന സമയത്ത് കുടുംബ പ്രാർത്ഥനയൊക്കെ ചൊല്ലാറുണ്ടല്ലോ അല്ലേ? നമ്മൾ വീട്ടിൽ എത്ര പേര് കുടുംബ പ്രാർത്ഥനയിൽ മുഴുവനായിട്ടും പങ്കെടുക്കുന്നുണ്ട്? നമ്മൾ പല കാര്യങ്ങളും നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്, അല്ലേ? നമുക്കൊരു ദിവസം 24 മണിക്കൂർ ദൈവം തന്നിട്ടുണ്ട്. ഈ 24 മണിക്കൂറിൽ ആകെപ്പാടെ ഒരു 30 മിനിറ്റാണ് നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് എടുക്കുന്നത്. കൂടിപ്പോയാൽ 35 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റ്. ഈ 24 മണിക്കൂറിൽ നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ ദൈവത്തിന് വേണ്ടിയിട്ട് നമുക്കെല്ലാം തന്ന, നമ്മൾ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരുത്തുന്ന, നമുക്ക് യാതൊരു ആപത്തോ അപകടവും കൂടാണ്ട് നമ്മുടെ നന്മയ്ക്കായി എല്ലാം പരിണമിക്കണം നമ്മുടെ കർത്താവിന് വേണ്ടിയിട്ട് ഒരു 40 മിനിറ്റ് നമുക്ക് ചെലവഴിക്കാനില്ലേ? ആ ഒരു സമയം വളരെ സ്വസ്ഥമായിട്ട് നമ്മൾ ദൈവത്തിന് മുമ്പിൽ ഇരുന്ന് നോക്കിയേ, നമ്മുടെ മനസ്സൊരുക്കി നമ്മൾ പ്രാർത്ഥിച്ച് നോക്കിയേ, നമുക്കതിൻ്റെ ഫലം തീർച്ചയായും ലഭിക്കും. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ജിനുവച്ചൻ പറയുന്ന പോലെ തന്നെ എല്ലാവരും കുമ്പസാരിച്ച് മാനസാന്തരപ്പെട്ട് നമ്മുടെ തെറ്റുകളെക്കുറിച്ചുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവുക, അല്ലേ? അതാണ് മാനസാന്തരം. മാനസാന്തരപ്പെട്ട് നമ്മൾ ദൈവത്തിൻ്റെ പക്കൽ തിരിച്ചു വരിക, സ്വസ്ഥമായിരിക്കുക, അവിടുത്തോട് പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? നമുക്ക് സമാധാനം ഉണ്ടാവും. നമ്മൾ പിന്നെ കരയില്ല, നമുക്ക് കരയേണ്ട ആവശ്യം വരില്ല. നമ്മുടെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് പരിഹരപ്പെടും. ഓക്കെ? അപ്പോൾ എല്ലാവരും വളരെ സന്തോഷമായിട്ട്, വളരെ സമാധാനമായിട്ട് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു വരിക.
ഓക്കെ. അപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ ആവശ്യങ്ങളൊക്കെ അവിടുന്ന് സാധിച്ചു തരട്ടെ. നമ്മൾ എത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട് അല്ലേ? പക്ഷേ ഞാൻ പറയാം, അതിനൊക്കെ എന്നെങ്കിലും നമുക്കതിന് നമ്മുടെ ആ ഒരു ആവശ്യങ്ങളൊക്കെ നമുക്ക് സാധിച്ചു തരുന്നേ. ദൈവം തരും. ദൈവത്തിന് നമ്മളെ നോക്കലല്ലാണ്ട് ദൈവത്തിന് വേറെ എന്താ പണി? ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. ഏതൊരു അപ്പനും അമ്മയും സ്വന്തം മക്കൾ കിടന്ന് വിഷമിക്കുന്നത് നോക്കി നിൽക്കുമോ? ഒരിക്കലും ഇല്ല. അവരാദ്യം കുറച്ച് കടുംപിടുത്തമൊക്കെ പിടിച്ചാലും അവസാനം അവർ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മുടെ ദൈവവും. നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കൂടുക, അതൊക്കെ ചിലപ്പോൾ നമ്മുടെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെയൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിന് ഒരു കാലതാമസം കുറച്ച് വന്നാൽ പോലും ദൈവം നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടും. നമുക്ക് ആശ്വാസം ലഭിക്കും, പരിഹാരം ലഭിക്കും. അപ്പോൾ ആരും ഒന്നും വിഷമിക്കണ്ട കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ നന്നായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന മാത്രമേ ഉള്ളൂ മക്കളെ നമ്മുടെ ഒരു ആശ്വാസം എന്ന് പറയുന്നത്. നമുക്കൊരു ചിലവുമില്ലാണ്ട്, എന്താ പറയുക, ഒരു ചിലവുമില്ല, ഒരു ഉപദ്രവവും, മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവവും വരുത്താണ്ട്, ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താ? പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എന്നാൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആശ്വാസവും ആ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് കോടികൾ കൊടുത്താൽ കിട്ടില്ല. അപ്പോൾ പ്രാർത്ഥിക്കുക എല്ലാവരും, നല്ല മക്കളായി നല്ലൊരു ജീവിതം നമുക്കെല്ലാവർക്കും ഉണ്ടാവണേന്ന് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മൾ ചോദിച്ചാൽ നമ്മുടെ ദൈവം തരും. നന്നായി പ്രാർത്ഥിച്ച് നല്ല ഒരുക്കത്തോട് കൂടിയിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളും ആവശ്യങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തിടാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കറിയാലോ, നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, 1 or 2 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കാറുണ്ട്. അതായത് നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഫലപ്രാപ്തി ഉണ്ടാവുക, കൂടുതൽ ശക്തമാവുക. അപ്പോൾ നമുക്ക് വളരെ നിഷ്കളങ്കമായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളോടൊപ്പം ചേർത്ത് നമുക്ക് കർത്താവിനെ സമർപ്പിക്കാം. അപ്പോൾ ആരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ കമൻറ്റ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.